ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഔട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. വന്നേക്കുന്ന ഏരിയ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. എന്തായാലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. സോ ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഓപ്പൺ ഫാമാണ്. ഇതിൻ്റെ പേരാണ് സ്മിത്ത് ഹിൽ ഫാംസ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആൽപാക്ക അഥവാ ലാമ പാക്കോസ് എന്ന് പറയുന്നത്. ഇതൊരു കമലേറ്റ്സ് മാമൽ ഗ്രൂപ്പിനകത്ത് വിടുന്ന ഒരു ആനിമലാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഒട്ടകവും ഇതുമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സാമ്യമുണ്ട്. ആദ്യം തന്നെ സ്മിത്ത് ഹിൽ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. ടിക്കറ്റ്സ് ഒരു അഡൽട്ടിന് 13.5 പൗണ്ടും ചിൽഡ്രന് 11.5 പൗണ്ടുമാണ് ചാർജ് ചെയ്യുന്നത്. 2 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. പിന്നെ ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ 2 അഡൽട്ട് 2 ചിൽഡ്രൻസ് ആയിട്ട് എടുക്കുമ്പോൾ 45 പൗണ്ടായിട്ട് വരും. ഈ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഡെയിലി ഫാം ആക്ടിവിറ്റീസിൻ്റെ ടൈമിങ്ങും അതിനെല്ലാം പറഞ്ഞ് ഒരു വ്യക്തമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ടൈമിംഗ് പോയാൽ നമുക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് കാണാൻ പറ്റും. ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് തന്നെ കുറേ കോട്ടേജും കാര്യങ്ങളും ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ഇതിൻ്റെ എക്സാക്റ്റ് എൻട്രൻസ്. അവിടുന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്. അവിടുന്ന് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പോകുമ്പോഴത്തേക്കും അവിടെ ഓരോ ഏരിയയിലായിട്ട് പലതരത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആദ്യം തന്നെ കുറച്ച് മറ്റേ പശുവിൻ്റെ ക്ടാവിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. അത് പലതരത്തിലുള്ളതുണ്ട്, പല ബ്രീഡായിട്ടുള്ളതുണ്ട്. പിന്നീട് ഈ കാണുന്നതാണ്, ഇതൊരു ഷയർ ഹോസ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ കാലൊക്കെ നല്ല വലുതായിട്ടിരിക്കുന്ന നല്ല വലിയൊരു സംഭവമാണ്. ആക്ച്വലി ഇതിനെപ്പറ്റി യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എരുമയൊക്കെ യൂസ് ചെയ്യുമല്ലോ നിലം ഉഴുതു മറിക്കാനായിട്ട്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഈ ഒരു ഷയർ ഹോസിനെയാണ് ഇവിടെ നില ഉഴുകാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ജനസ് ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3000-ൽ താഴെ മാത്രമേ ഇതിൻ്റെ ഒരു ബ്രീഡ് ഇപ്പോഴും അവശേഷിക്കുന്നുള്ളൂ UK-ൽ. പിന്നീട് നമുക്ക് ഇതിന് കൊടുക്കാനുള്ള കുറേ ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്നിടത്തു നിന്ന് തന്നെ മേടിക്കാവുന്നതാണ്. അത് മേടിച്ച് നമുക്ക് ഇതിനെല്ലാം ഫീഡ് കൊടുക്കാവുന്നതാണ്. ഇപ്പം കാണുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പലതരത്തിലുള്ള ആടുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. മലയാട്, വരയാട്, നാടന്, പിന്നീട് ചെമ്മരിയാട്. ഇതിൻ്റെ എല്ലാം ഓരോ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കയ്യിലിട്ടിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഫീഡെല്ലാം കൊടുത്തതിന് ശേഷം ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പലയിടത്തായിട്ട് തന്നെ അവർ ഹാൻഡ് വാഷിങ്ങിനുള്ള ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഒരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലോട്ട് പോകുമ്പോഴും എല്ലായിടത്തും നമുക്ക് ഈ ഹാൻഡ് വാഷിംഗ് ഏരിയാസ്, ടോയ്ലറ്റ്, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ കാണാൻ പറ്റും. ഇത് ഒരു മെറ്റേണിറ്റി വാർഡ് പോലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ആനിമൽസിൻ്റെ തന്നെ മെറ്റേണിറ്റി വാർഡ്, നോർമൽ വാർഡ്, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓരോന്നിന് വേണ്ട കെയറിനനുസരിച്ച് അവരുടെ ക്യൂബിക്കിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫീഡ് കൊടുക്കുന്ന ചിലയിടത്ത് സ്പെഷ്യലായിട്ട് അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്, ഇവിടെ ഫീഡിങ് പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഏരിയയിൽ കൊടുക്കാതിരിക്കുക മാക്സിമം. അതുപോലെ തന്നെ ഈ ഒരു സ്മിത്ത് ഹിൽ ഫാംസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 76 ഏക്കർ പരന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് 25-ലധികം വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പശു, പന്നി, ആട്, മുയൽ, എരുമ, പിന്നീട് തന്നെ മാന്, താറാവ്, കോഴി, അങ്ങനെ പലതുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പാലുൽപാദന യൂണിറ്റാണ്. സോ ഇവിടെ എക്സാക്റ്റ് 1 മണിക്ക് തന്നെ ഇതിനെപ്പറ്റി അവരൊരു എഡ്യൂക്കേഷൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുള്ളിയാണ് അതിൻ്റെ മിൽക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നത്. സോ ആദ്യം തന്നെ എന്താന്ന് പറഞ്ഞാൽ പശു കറക്റ്റായിട്ട് 1 മണിയാകുമ്പോൾ ലൈനിൽ വന്ന് നിൽക്കും. അതിനുശേഷം അതിൻ്റെ അകത്ത് ഒരു സോപ്പ് ലൈൻ വെച്ച് ക്ലീൻ ചെയ്ത് അതൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു മെഷീനിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ തന്നെ ആ നേരെ കാണുന്ന പൈപ്പിൽ കൂടി ഈ മിൽക്കെല്ലാം കൂടി തൊട്ടടുത്തുള്ള ഒരു ചെറിയ കണ്ടെയ്നർ പോലത്തെ സംഭവമുണ്ട്, അതിലേക്ക് പോയി ഡെപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 3 വർക്കേഴ്സാണ് അവിടെ നിൽക്കുന്നത്. അവർ ഈ പ്രോസസ്സ് എല്ലാം കൂടി ചെയ്യുന്ന ഒരു 15 മിനിറ്റ് ഗ്യാപ്പിനകത്താണ്. ഏകദേശം ഒരു 25 പശുവിനെ അറ്റ് എ ടൈമാണ് അവർ ഈ ഒരു പ്രോസസ്സിൽ കൂടി കറന്നെടുക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പാല് നേരെ വന്ന് ആ കണ്ടെയ്നറിലേക്ക് വീഴുകയാണ്. അതിലൊരു സ്പെസിഫിക് ടൈം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് പ്രഷർ മുഖേന അത് ആ ഗ്ലാസ് ട്യൂബിൽ കൂടി കയറി മെയിൻ ആയിട്ടുള്ള ഒരു ബൾക്ക് ടാങ്കിലേക്ക് പോയി അവിടെ മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. ആ ബൾക്ക് ടാങ്കിൽ നിന്ന് തൊട്ടടുത്ത പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ മെക്കാനിസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ബൾക്ക് ടാങ്ക് ഇതാണ്. നമുക്ക് പുറത്തുനിന്ന് ചെറുതായിട്ട് കാണാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ. അതിനകത്തൂടെ നമുക്ക് നോക്കുമ്പോൾ ഈ പാല് വന്നതിൽ അടിയുന്നത് കാണാൻ പറ്റുന്നതായിരിക്കും. സോ അവിടുന്ന് നേരെ ഇത് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നു. അവിടെയാണ് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്.
അതുകൂടാതെ തന്നെ ഇത് പലതരത്തിലുള്ള പ്രോഡക്ട്സ് ആയിട്ട് അവർ മാറ്റുന്നുണ്ട്, ലൈക്ക് ഐസ്ക്രീം. അതുകൂടാതെ തന്നെ അതിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റീസും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ ഈ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ആയിട്ട് ഒരു കഴുതയുടെ റൈഡിങ് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. ഒരെണ്ണത്തിൽ കയറുന്നതിന് നമുക്ക് 2 പൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 4 മിനിറ്റ് ജസ്റ്റ് ഒരു ചെറിയ ഡിസ്റ്റൻസ് വരെ ഒന്ന് നടത്തിക്കൊണ്ട് പോകും, അതേപോലെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ചെറിയ പ്രോസസ്സ്. ഏകദേശം ഒരു 6 കഴുത കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ കഴുതയിൽ കയറുന്നതിന് പോലും ഒരു ചെറിയ മാൻഡേറ്ററി റിക്വയർമെൻ്റ് അവർ പറയുന്നുണ്ട്. ആ കഴുതേങ്കായും വലിയ ആളാണ് നമ്മളെങ്കിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല, അതിലും ചെറുത്. എസ്പെഷ്യലി അപ്പം കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ അവർക്കെല്ലാം ഒരു എൻജോയ്മെൻറ്റ് പോലെയാണ് ഈ സംഭവം. എന്തായാലും അത് നല്ലൊരു പരിപാടിയായിപ്പോയി. പിന്നെ ഒരു ഇൻകം ജനറേറ്റിംഗ് ഒരു പ്ലാനാണ്, അതെന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ തന്നെ നമുക്ക് കുറേ ഓപ്പൺ ഏരിയാസിൽ ബഞ്ചും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫുഡ് വേണമെങ്കിൽ അകത്തോട്ട് കൊണ്ടുപോകാം, അതിന് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇല്ലെങ്കിൽ അവിടെ തന്നെ ചെറിയ ഷോപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അവിടെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ കുറച്ച് ഫുഡൊക്കെ സെറ്റ് ചെയ്താണ് കൊണ്ടുപോയിരുന്നത്. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് കഴിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓരോന്നിനും നല്ലതായിട്ട് മേഞ്ഞ് നടക്കാനായിട്ട് പലതരത്തിലുള്ള ഏരിയാസ് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള കോഴികൾ, നമ്മുടെ നാടൻ കോഴികളെയൊക്കെ കാണാൻ പറ്റും. കോഴിയുടെ കൂടെ തന്നെ ആ ഒരു ഫാമിനകത്ത് പന്നികളും കൂടി ഒരുമിച്ചുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഓപ്പൺ ആയിട്ടാണ് അവരിട്ട് വളർത്തുന്നത്. അതിനുവേണ്ടി ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ അവർ ഫെൻസ് ചെയ്തിട്ടിട്ടുണ്ട്. സോ അവിടെ നിന്നുണ്ടാവുന്ന എഗ്ഗ്, അതെല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. പിന്നീട് ഇതിന് ഓപ്പണായിട്ട് പശുവിനൊക്കെ ഇതാക്കാൻ വേണ്ടി കുന്നിൻ്റെ മേളിലോട്ട് ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട്. അത് നമുക്ക് കാണാൻ പോകണമെങ്കിൽ 2 പൗണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ട്രക്കിനകത്ത് നേരെ കയറ്റിക്കൊണ്ട് മേളിലോട്ട് കൊണ്ടുപോകുന്നതാണ്. ജസ്റ്റ് ഒരു റൈഡ് പോലെ പോവുക, അതെല്ലാം മേഞ്ഞ് നടക്കുന്നത് കാണാം, തിരിച്ചു കൊണ്ടുവരും, ആ ഒരു പ്രോസസ്സ്. പിന്നീട് പിള്ളേർക്ക് കളിക്കാനായിട്ട് ചെറിയ പ്ലേ ഏരിയയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവരെല്ലാം അവിടെ കിടന്ന് കാണും. പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പറഞ്ഞാൽ പെറ്റ്സ് കോർണറാണ്. ഇവിടെയാണ് എഡ്യൂക്കേഷണൽ ക്ലാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ സെക്ഷൻ കഴിയുന്നതനുസരിച്ച് നമുക്ക് പുറത്തോട്ട് പോകാം. ഈ ഒരു ഏരിയയിൽ തന്നെ അവർ നമ്മുടെ വൈക്കോൽ വെച്ച് അടിപൊളി ഒരു സീറ്റിംഗ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് ആ ഏരിയ. പിന്നീട് അവിടെ പുതിയതായിട്ട് ഇപ്പം റീസെൻ്റായിട്ട് പ്രസവിച്ച് ഉണ്ടായ ചെറിയ ഓരോ മൃഗങ്ങളും ഇതിനെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഡെമോ, അതിന് കൊടുത്തേക്കുന്ന പേര്, ഇതെല്ലാം കാണിച്ച് നമുക്കതിനെ തൊട്ട് നോക്കാനുള്ള ഒരു അവസരമെല്ലാം അവർ തരുന്നതായിരിക്കും. സോ ആ ഒരു പ്രോസസ്സ് നമുക്ക് മിനിമം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് കാണാം. പിന്നീട് അവർ നമ്മുടെ കയ്യിലോട്ട് ഇതിനെ ആനിമൽസിനെ വേണമെങ്കിൽ തരുന്നതായിരിക്കും. അതിനെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം. പിന്നീട് ഓരോ സമയത്തും അവർ പറയും എങ്ങനെ ഒരു ആനിമലുമായിട്ട് ഡീല് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഒത്തിരി സൗണ്ട് ഉണ്ടാക്കാതെ സ്ലോ ആയിട്ട് പിടിക്കേണ്ട രീതി, എവിടെയൊക്കെ പാറ്റ് ചെയ്യണമെന്നുള്ളതെല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനനുസരിച്ച് മേടിക്കാം. ഞാനെന്തായാലും ഒരു കോഴിക്കുഞ്ഞിനെ മേടിച്ചൊന്ന് കയ്യിൽ വെച്ച് നോക്കിയായിരുന്നു. പിന്നെ കോഴിയും നമ്മളിതെല്ലാം ഒന്ന് മുമ്പേ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഇവരുടെ ബ്രിട്ടീഷ് മെൻറ്റാലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവരൊരു ബേബിയെ പോലെയാണ് മൃഗങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ അതെല്ലാം കണ്ടു, കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ആക്ടിവിറ്റി കഴിഞ്ഞ് ഇങ്ങോട്ട് പോകാൻ നേരത്താണ് പാമ്പിൻ്റെ ഒരു സെക്ഷൻ കണ്ടത്. പക്ഷെ വലുതായിട്ടൊന്നുമില്ലായിരുന്നു. ഒരു 2 പൈത്തോൺ പാമ്പ് മാത്രമാണ്. അത് നോൺ വെനമസ് ആണ് വരുന്നത്, ഇതിന് വിഷമില്ല. സോ അങ്ങനെ അതിനെ കണ്ടു. അതിനുശേഷം ഒരു ഓന്തുവർഗത്തിൽപ്പെട്ട ഇതിൻ്റെ ഒന്നും പേരൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല. കാര്യം ഇതിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ. അതിൻ്റെ എല്ലാം ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ അവിടെയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇറങ്ങുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കണ്ടത്. പിന്നെ ഒരു ഗ്ലാസ് കൂടിനകത്ത് തന്നെ ചിലയിടത്ത് ആമ, ചിലയിടത്ത് അങ്ങനെ പലതരത്തിലുള്ള ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. സോ ഓവറോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ക്ലൈമറ്റാണ് ഇതിനകത്തൊരു മാറ്റർ. ക്ലൈമറ്റ് നല്ലതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ എന്ന് വെച്ചാൽ നല്ല വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളതാണ്. നല്ല തണുപ്പും നല്ല കാറ്റും അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇച്ചിരി പാടായിരിക്കും. അല്ലാത്ത നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. സോ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.